നമസ്കാരം, ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. സാംസങ് ബ്രദേഴ്സ് കൊച്ചി ബ്ലൂ നൈറ്റ് ടൈഗേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങുന്നു. ക്യാപ്റ്റനായി വൈസ് ക്യാപ്റ്റനായി. വിശദമായ വാർത്താ സമ്മേളനത്തിലേക്ക്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും ഈ ജേഴ്സി ലോഞ്ച് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഈ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കാനായി ഞാൻ ടീം ഓണർ സുഭാഷ് മാഡലിനെ So, very good afternoon to all. Basically, ഇവിടെ എറണാകുളത്താണ് പഠിച്ചത്. എറണാകുളം കോളേജ്, അതിനുശേഷം യു കെയിൽ സെറ്റിലാണ്. അവിടെ ലോയറാണ്, അതാണ് പ്രൊഫഷൻ. കോവിഡ് ഒക്കെ വന്ന സമയത്താണ് ക്രിക്കറ്റിലേക്കൊക്കെ കുറച്ച് ഇൻവോൾവ് ആവാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആ ഒരു ക്രിക്കറ്റ് തരുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ഹൈ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു എനർജി തരുന്നതായിട്ട് തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് ഗ്രാജുവലി ഇൻവോൾവ് ആവുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ജയേഷേട്ടനും KCയുടെ നമ്മുടെ വിനോദേട്ടനും ഒക്കെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ അന്ന് നമുക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഈ ക്രിക്കറ്റിലേക്ക് എങ്ങനെയാണ് ഒബ്വിയസ്ലി ഇതൊരു കൊമേഴ്ഷ്യലി ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ഇത് കുറച്ചൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളൊരു ബിസിനസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയദർശൻ സാറ് ഒക്കെ ടീം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് നമുക്കൊരു എനർജിയാണ്. കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരു ഫിഗർ ഇതിൽ വരുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു എനർജി തരുന്ന കാര്യമാണ്. അത് നമുക്കൊരു മോട്ടിവേഷനായി. എനിക്ക് തോന്നുന്ന മിക്ക ഫ്രാഞ്ചൈസികൾക്കും അതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ വരുന്നു. അപ്പം എന്നാൽ പിന്നെ നമുക്കും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള കമ്പനികളോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇതിലേക്ക് പയ്യെ വരുന്നത്. അതിനുശേഷം നമ്മുടെ ലാൽ സാർ വന്നു, ലാൽ സാറിൻ്റെ ആഡ് വന്നു, കുറച്ചും കൂടെ ഒരു ഹൈപ്പായി. പിന്നെ ഈ വർഷം ഒബ്വിയസ്ലി സാംസങ് ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ എനർജിയാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ വളരെ നന്നായിട്ട് ഇത് വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്കറിയാം കേരള രഞ്ജി ഫൈനലിലെത്തി. വിഘ്നേഷ് പുത്തൂർ KCയിലോട് മാത്രം IPLലെത്തി. അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക്, ഒത്തിരി പുതിയ യങ്സ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ സപ്പോർട്ടുകൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ മീഡിയയുടെ ഭാഗത്താണെങ്കിലും. പിന്നെ നമുക്കൊക്കെ അറിയാം, ഒരു ജേഴ്സിയിൽ നമുക്ക് മാക്സിമം ഒരു 5 ബ്രാൻഡൊക്കെയാണ് നമുക്ക് ഒരു മെയിൻ ബ്രാൻഡ്സിനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സിനെയൊക്കെ സമൂഹം എപ്പോഴും ഒരു സപ്പോർട്ടിങ് ബിസിനസ്സുകളായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു 5-6 ഫ്രാഞ്ചൈസികളേ ഉള്ളൂ. 6 ഫ്രാഞ്ചൈസികൾക്കും ഒരു 5 സപ്പോർട്ടിങ് ബ്രാൻഡ്സ് വന്നു കഴിഞ്ഞാൽ ഇത് കൊമേഴ്ഷ്യലിയും ഹ്യൂജ്ലി വയബിളായി നമ്മുടെ യങ്സ്റ്റേഴ്സിന്, കളിക്കുന്ന പിള്ളേർക്ക് ഒരു ഹ്യൂജ് പ്ലാറ്റ്ഫോം. കാരണം നമ്മൾ മറ്റ് സ്പോർട്സ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും ക്രിക്കറ്റ് എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സെലക്ട് ആയാൽ നമുക്ക് ഇന്റർനാഷണൽ വരെ കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഗെയിമാണ്. അതും അത്രയും എക്സ്പോഷർ ഉള്ള ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് വളരെ ഒരു പോസിറ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ യങ്സ്റ്റേഴ്സ് ഇതിലേക്ക് വരും, കൂടുതൽ ആൾക്കാർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. നമ്മുടെ സൊസൈറ്റി ഇതിനെ ഒരു വലിയ രീതിയിലേക്ക് യങ്സ്റ്റേഴ്സിനൊക്കെ വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി ഇതിനെ മാറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഓരോ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ക്ലീൻ സാർ വന്നു, ലാൽ സാർ വന്നു, സഞ്ജു കളിക്കുന്നു, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് വന്ന് ഇത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമായി, വലിയൊരു ഓപ്പർച്യൂണിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് വളരെയധികം സന്തോഷം. ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് നാളായിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കുന്നതുകൊണ്ട് അതൊരു ഒരു എക്സ്ട്രാ ഒരു എഫേർട്ടായിട്ട് തോന്നുന്നില്ല. വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സഞ്ജുമായി ഹാവ് ടു സേ സംതിങ് ആൻഡ് ക്യാപ്റ്റൻ ആൻഡ് വൈസ് ക്യാപ്റ്റൻ അല്ലേ? സഞ്ജു. എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വെയിറ്റിംഗ് ഫോർ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ സന്തോഷം. സുഭാഷേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും KCL എന്നുള്ളൊരു പ്ലാറ്റ്ഫോം, എന്നുള്ളൊരു ഇവന്റ് ഇത്രയും വലിയൊരു ഇവന്റ് ആയിട്ട് നാട്ടിൽ മാറിയത് വലിയ സന്തോഷം. പിന്നെ അത് ഈ വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത്, അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി പോയി എൻ്റെ സൈഡിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയത് വലിയ ഒരു എക്സൈറ്റ്മെന്റ് കാണും.
കാരണം എൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കരുതുന്നത് മാക്സിമം നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് കഴിയുന്നതിന് മാക്സിമം സമയം കേരള ക്രിക്കറ്റിനോടും കേരള ക്രിക്കറ്റേഴ്സിനോടും മാക്സിമം സമയം സ്പെൻഡ് ചെയ്യണമെന്നൊരു ആഗ്രഹത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം വഴി തന്നെ KC വലിയ നന്ദി പറഞ്ഞിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ് നമ്മളൊരു പ്രാക്ടീസ് മാച്ച് കളിച്ചപ്പോൾ തന്നെ കുറേ ഗ്രൗണ്ട് ഓൾമോസ്റ്റ് ഒരു 30-50% നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരുടെ അത്രയും സപ്പോർട്ട് ഈ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ക്രിക്കറ്റേഴ്സിനും വലിയൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മാക്സിമം മാച്ചസ് കാണാൻ വരിക, മാക്സിമം പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, നല്ലൊരു എന്റർടൈൻമെന്റ് നമ്മൾ കാഴ്ചവെക്കുന്ന ഒരു വിശ്വാസം. നമസ്കാരം എല്ലാവരും. പ്രത്യേകിച്ച് ഈ പറഞ്ഞത് ഞാൻ വളരെയധികം സന്തോഷമുണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് നല്ലൊരു ലീഡിങ് റോൾ ഈ നല്ലൊരു ടൂർണമെന്റിൽ നല്ല പോസിറ്റീവ് സ്റ്റാർട്ട് ആയിരിക്കട്ടെ പ്രാർത്ഥനയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും കഴിഞ്ഞ സീസൺ KCL ഉഗ്രൻ ഒരു മികച്ച എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഫിനിഷ് ചെയ്തത്. പക്ഷെ ഈ സീസൺ തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ മുകളിൽ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയായിരിക്കും തുടങ്ങാൻ പോകുന്നതും അവസാനിക്കാൻ പോകുന്നതും. നമ്മുടെ ഈ വർഷത്തെ ടീമിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മുടെ ഓണർ സുഭാഷ് ജിയുടെ ഒരു ഏറ്റവും വലിയ ഡ്രീമായിരുന്നു സഞ്ജുവിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. കാരണം മറ്റൊന്നുകൂടെ നമുക്കറിയാം എത്രത്തോളം എക്സ്പീരിയൻസ് ആണ് സഞ്ജു ഈ KCL കളിക്കപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി ടീമിൽ വരുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനാണെങ്കിലും ബാക്കി കളിക്കുന്ന പ്ലേയേഴ്സിനാണെങ്കിലും എത്രത്തോളം എക്സ്പോഷർ ആണ് കിട്ടിയത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു IPL ഫ്രാഞ്ചൈസി ഇത്രത്തോളം വർഷം കണ്ടിന്യൂസ് ആയിട്ട് ക്യാപ്റ്റൻ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു വ്യക്തി ക്യാപ്റ്റൻ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരിക്കലും ചെറിയൊരു കാര്യമല്ല. മാത്രമല്ല T20 വൺ ഡേ ഇന്ത്യക്ക് വേണ്ടി മാച്ചുകൾ അടിച്ച് ജയിപ്പിച്ചാൽ മതി. അപ്പൊ തീർച്ചയായിട്ടും ഫോർ കേരള ക്രിക്കറ്റ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കൂടാതെ ഇത്തവണ സാംസൺ ബ്രദേഴ്സ് അവരുടെ ആ ഒരു ബോണ്ടിങ്, കാരണം ഒരുപാട് നാൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ച് വളർന്നു. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് കിട്ടാന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഓൾറെഡി നമ്മുടെ കടുവക്കുട്ടികൾ, നമ്മുടെ ടീംമേറ്റ്സും ടീം മെമ്പേഴ്സും എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് ഈ ടൂർണമെന്റിലേക്ക്. എല്ലാവരും ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ടൂർണമെന്റ് വരുമ്പോൾ അതിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമിന്റെയും ഡ്രോയിലേക്ക് പോകാന്നുള്ളതന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗോളും അത് തന്നെയാണ്. അതിനുള്ള പ്രോസസ് ഒക്കെ നമ്മൾ ആ ഓപ്ഷൻ കഴിഞ്ഞ് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓപ്ഷന് മുമ്പ് കൃത്യമായിട്ട് വളരെയധികം പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ എല്ലാവരും അതിന്റെ പ്രോസസ് കൃത്യമായിട്ട് നടന്നതിന്റെ ആ ഒരു രീതി വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ കംപ്ലീറ്റ് ടീം യൂണിറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് രാജസ്ഥാൻ റോയൽസിന്റെ സെക്കൻഡ് ഡിവിഷൻ കോച്ചായ AP രാജമണി എത്തിയിരുന്നു. അപ്പൊ അതൊക്കെ ഒരു കൾച്ചർ, ആ ഒരു IPL ആണെങ്കിലും ഇന്റർനാഷണൽ ലെവലൊക്കെ നടക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയാണ് നടക്കുന്ന ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതൊക്കെ ഒരുപാട് നമ്മുടെ പ്ലേയേഴ്സിലേക്ക് വളരെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്ന് പറയാം. കൂടാതെ സഞ്ജു ഒക്കെ വളരെ മികച്ച ആ ഒരു ബന്ധമുള്ള പ്ലേയേഴ്സാണ്. ഒക്കെ ടീമിന്റെ കൂടെ പ്രാക്ടീസ് സെഷനൊക്കെ വന്നിരിക്കുന്നു. എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്തെന്ന ഓർഡർ സുഭാഷ് ജി, അദ്ദേഹത്തിന്റെയും ഡേസിന്റെയും ഒക്കെ ആ ഒരു സൗഹൃദമാണ് എത്രത്തോളം യങ്സ്റ്റേഴ്സിനും കേരള ക്രിക്കറ്റിനും ഒക്കെ ഈ ഭാവിയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഈ ഒരു പ്ലാറ്റ്ഫോം എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഏതാണ്ട് ഇതിനെ നമ്മുടെ ടീമിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം, കേരള ക്രിക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം കഴിഞ്ഞ ഒരു സീസൺ കൊണ്ട് തന്നെ ഉണ്ടായ മാറ്റം, അത് ഒരു കുറച്ച് രൂപ പിന്നോട്ട് പോകാനില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷനും ക്രിക്കറ്റിനോട് അനുബന്ധിച്ച് നമ്മളെ പോലെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരുടെ ഏറ്റവും വലിയ ആശങ്ക ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടാക്കുക. നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ 20 ആണ് ലാസ്റ്റ് ഏജ് കാറ്റഗറി. അത് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 സീസൺ മുമ്പ് നമ്മുടെ ക്രീമായിട്ട് കുറച്ച് പിള്ളേർ ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിയായിട്ട് പോയി. അപ്പൊ ബെഞ്ച് സ്ട്രെങ്ത് ഇല്ല രഞ്ജി ട്രോഫിക്കാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ കുറെ ചിന്തകൾ വന്ന് എന്ത് ചെയ്യും, പല സ്കീമുകൾ ഓടിച്ചു, ഒരു ടാലന്റ് സ്കൗട്ടിങ് പലതും വലിയ രീതിയിൽ ടേക്ക് ഓഫ് ആയില്ല. അതെല്ലാം കഴിഞ്ഞ് KCL ലോഞ്ച് ആകുന്നു, ഒരു മാസ്റ്റർ സ്ട്രോക്ക്. അത് എനിക്ക് തോന്നി KCL ലോഞ്ച് ആയതാണ്. കാരണം കഴിഞ്ഞ സീസൺ KCL ലോഞ്ച് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ലേലത്തിന് കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരുന്നു.
ആ ലിസ്റ്റിൽ നമ്മൾ ലേലം എല്ലാം കഴിഞ്ഞ് ഓപ്ഷൻ എല്ലാം കഴിഞ്ഞ് ടീം മാച്ചസ് കഴിഞ്ഞു. അതിനുശേഷം ഉണ്ടായ മാറ്റം നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റിയ ഉപരിയാണ്. കാരണം ക്ലബ് ക്രിക്കറ്റ് എന്ന് ഒരു പലപ്പോഴും എല്ലാവരും പറയുന്ന ഡൈനിങ് ഒരു സാധനമായിരുന്നു ക്ലബ് ക്രിക്കറ്റ്. ആ ക്ലബ് ക്രിക്കറ്റ് വല്ലാണ്ട് ഉണർന്നു. കാരണം ഓപ്ഷനിലേക്ക് വരണമെങ്കിൽ ക്ലബിൽ പോയി കളിക്കണം, ക്ലബിൽ പെർഫോം ചെയ്യണം. അതുകൊണ്ട് ക്ലബ് ക്രിക്കറ്റ് ഉണർന്നു, ക്ലബുകൾ ഉണർന്നു, ക്ലബ് ടൂർണമെന്റ്സ് എല്ലാം ഡൈവായിരുന്നു. പല ടൂർണമെന്റ്സ് നിന്നു പോയിരുന്നു. അപ്പൊ ക്ലബ് ടൂർണമെന്റ്സ് നടത്താനുള്ള ആവേശം പലർക്കുമായി വരുന്നു. അതിന് ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് കേരള ക്രിക്കറ്റിൽ വന്ന് അതിനുശേഷം ഇപ്പോൾ ഈ സീസൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെറ്റ് ബോളിന് വേണ്ടി തന്നെ വരുന്ന കുട്ടികളെ എത്രത്തോളം റിക്വസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഈ സീസണിൽ നമ്മൾ കുറെ യങ്സ്റ്റേഴ്സിനും അതോടൊപ്പം ഓപ്ഷനിൽ കിട്ടാണ്ട് പോയാൽ പലർക്കും നമ്മുടെ നെറ്റ് ബോളേഴ്സ് ആയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ടീമിന്റെ ഒപ്പം ക്യാമ്പിലുടനീളം ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് കിട്ടുന്ന എക്സ്പോഷർ, ഇപ്പം നേരത്തെ റേഫി പറഞ്ഞ പോലെ അശ്വിൻ നമ്മുടെ ഒരു സെഷൻ ചെയ്യാൻ വന്നിരുന്നു. AK രാജാവിന്റെ എന്ന സഞ്ജുവിന്റെ ഉറ്റ സുഹൃത്തും ട്രെയിനറുമാണ്. അദ്ദേഹം സഞ്ജുവിൽ കൂടെ നമ്മുടെ അടുത്ത് വന്ന അടുത്ത സെഷൻസ്. അപ്പൊ ഇതെല്ലാം ഒരു ഐ ഓപ്പൺ ആയിട്ട് പലർക്കും വന്നു. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കേരള ക്രിക്കറ്റിലേക്ക് വരുന്നു. കേരള KCL ആ ഒരു തീരുമാനം എത്രത്തോളം നല്ല നമുക്കറിയാം. വിദേശിന്റെ എല്ലാ കഥകളെല്ലാം അറിയാം. വരും കാലങ്ങളിൽ ഇപ്പൊ സഞ്ജു സാംസൺ ഈ സീസൺ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ആ ഒരു മൂഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്ട് നമ്മുടെ ടീമിൽ മാത്രമല്ല മൊത്തം ബാക്കി ടീമുകളിലും. അപ്പോൾ ഇത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് സഞ്ജു കൂടെ നമ്മുടെ കൂടെ ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു KCL ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്നു. സുഭാഷിയെ പോലത്തെ ഓൾറൗണ്ടേഴ്സ് നമ്മുടെ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം അദ്ദേഹം ആണ് കട്ടക്ക് നമ്മളോട് തുറന്നു സഞ്ജു നമുക്കാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു ഓപ്ഷൻ പ്ലാനിങ് ആയിരുന്നു. സഞ്ജു നമുക്ക് വരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ ടീമും നല്ല രീതിയിൽ വരുന്നു, കേരള ക്രിക്കറ്റും നല്ലോണം ഉണർന്നു വരും. അതുകൊണ്ട് KCL ഇനി ഉയരത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതുകൂടെ ലഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ക്രിക്കറ്റ് ഇനിയും ഉയരങ്ങളിലേക്ക് വരും. താങ്ക് യു. ടീം ജേഴ്സി ലോഞ്ചും ടീം വെബ്സൈറ്റ് ലോഞ്ചാണ്. അപ്പോൾ ജേഴ്സി ലോഞ്ച് ചെയ്യാനായി ടീം ഓണർ സുഭാഷ് നായർ, ക്യാപ്റ്റൻ സലി സാംസൺ, വൈസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും ജേഴ്സി സമർപ്പിക്കാനായി. സെൻട്രലോട്ട് വണ്ടി വരണോ? ഇല്ല, ഇവിടെ ഇവിടെ സെൻട്രൽ. Okay. Thank you. Official website launch ആണ്. അത് ഓഡിയോ വിഷ്വൽ ആയിട്ട് ഉണ്ടാവും. നാളെ ഏഷ്യ കപ്പിൽ ടീം അനൗൺസ് ഉണ്ടാവുമെന്ന് വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് കുറച്ച് ദിവസമായി മാച്ചസ് കളിച്ചിട്ട്.
അപ്പോൾ IPL കഴിഞ്ഞിട്ട് വലിയ കോമ്പറ്റീവ് ഗെയിംസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ടൂർണമെന്റ് നടത്തുമ്പോൾ ഏഷ്യ കപ്പിന് മുമ്പായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷൻ ആയിരിക്കും. ടീം കോമ്പിനേഷൻ പുറത്ത് വിടാനെന്നാണ് നമ്മുടെ ഓണർ സുഭാഷ് പരിപാടി. അതൊരു സർപ്രൈസ് ആയി. ഇത് എനിക്കൊരു സർപ്രൈസ് ആണ്. നമ്മളെന്തായാലും നല്ലൊരു കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാകുന്ന ഒരു പ്ലെയറിന് ഇത്രയും വലിയൊരു പേഴ്സ് എമൗണ്ട് ചെലവാക്കിയിട്ട് നല്ലൊരു ബാലൻസ് ടീം എടുക്കാൻ പറ്റിയ നല്ല പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ കരുതുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ നമ്മൾ ഇപ്രാവശ്യം ടീമിനോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ടീം കോമ്പിനേഷനിൽ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 10-14 ദിവസമായിട്ട് ടീം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോച്ചസും ക്യാപ്റ്റനും ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആരൊക്കെ ഇവിടെ ഏത് കോമ്പിനേഷനിൽ ഏർപ്പെടുന്നു. T20 ആകുമ്പോൾ അങ്ങനെ ബാറ്റിംഗ് ഓർഡർ വലുതായിട്ട് ഒരു ഫിക്സ്ഡ് ബാറ്റിംഗ് ഓർഡർ ഉണ്ടാവാറുണ്ടല്ലോ. മാച്ചിനനുസരിച്ച് കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണമെന്നാണ് നമ്മുടെ ടീമിൻ്റെ ഒരു ഡിസിഷൻ. നല്ല രീതിയിൽ മുടിയൊക്കെ നനച്ചിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് കളിച്ച് വളർന്നത്. അപ്പോൾ 5ാം വയസ്സിൽ നമ്മൾ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ക്രിക്കറ്റ് കുറെ ബോളിംഗ് തന്നുകൊണ്ടാണ് എൻ്റെ ബാറ്റിംഗ് നന്നായിരുന്നു എനിക്കൊരു വിശ്വാസമുണ്ട്. തിരിച്ച് വലുതായിട്ട് അപ്പോൾ എൻ്റെ ബാറ്റിംഗ് ഞാൻ കളർന്നൊക്കെ പറയാം. തിരിച്ച് ബോളിംഗ് കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ജനനായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, എന്നെക്കാട്ടി കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു ക്രിക്കറ്ററാണ്. അപ്പോൾ എല്ലാവരും ജേർണി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും സക്സസും കിട്ടുന്നത് പല സ്റ്റേജസിലാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആയി വന്നതിൽ വലിയ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. നമ്മൾ വീട്ടിലും എല്ലാവർക്കും നമ്മുടെ കൂടെ കളിച്ചു വളർന്ന കുറേ ഫ്രണ്ട്സിനും അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. പിന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം. ചേട്ടൻ ആസ് ഒരു ക്യാപ്റ്റൻ ഒരു ലീഡറായിട്ട് കണ്ടിട്ടുണ്ട്, ടീമിൽ സീനിയർ പ്ലെയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ക്യാപ്റ്റനായിട്ട് ഞാൻ ഇതൊരു അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഒരു വൈസ് ക്യാപ്റ്റൻ ആകുമ്പോൾ കൊണ്ടുപോയത്തേക്കും പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. എല്ലാ ക്യാപ്റ്റൻ്റെ തല ഇട്ടാൽ മതി, ആ കൂടുതൽ തീരുമാനം ചെയ്യിപ്പോന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് കാത്തിരിക്കുന്നു. നല്ല ഫൺഫിൽഡ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ കുറെ കൂടെ കളിച്ച കൂട്ടുകാര്, കൂടെ കളിച്ച കുറെ അനിയന്മാര്, കുറെ ചേട്ടന്മാര് എല്ലാവരും ഒത്തുചേർന്ന് കളിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഈ KCL കാണുന്നത്. സന്തോഷമുണ്ട്. മാക്സിമം എൻജോയ് ചെയ്യണം, മാക്സിമം ഫൺ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വേണ്ടത്. കമന്റ് എന്ന് പറഞ്ഞാൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. ക്യാപ്റ്റൻസി ചെയ്യാൻ അഞ്ചു വൈസ് ക്യാപ്റ്റനാവാൻ സന്തോഷമാണ്, എക്സൈറ്റഡ് ആണ്. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദി ടൂർണമെന്റ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി കണ്ടുമുട്ടുന്നതിന് ഏവർക്കും നന്ദി. നമസ്കാരം.